ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം 2 ദിവസമായി അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ച, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അതുകൂടാതെ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ മിനിറ്റിനും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത് തുടരുന്നുണ്ട്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിൻ്റെ ട്രെയിലർ ഇറങ്ങി അതിൽ നിർബന്ധപൂർവ്വം ബീഫ് കഴിപ്പിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരെയും വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സിനിമയുടെ ട്രെയിലർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. അതുമാത്രമല്ല, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് മധ്യപ്രദേശിൽ നടക്കുന്ന സംഭവമാണ്. ആ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പേര്, ആ ഫിലിമിൻ്റെ, അതായത് കേരള സ്റ്റോറി 2ൻ്റെ പേര് തന്നെ ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് മധ്യപ്രദേശിൽ മുമ്പ് നടന്ന ഒരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ വാർത്താ കട്ടിങ്ങുകളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. പരാതി പോയി FIR എടുത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രൂ ഇവൻ്റ് ആണെന്നാണ് ഇതിൻ്റെ നിർമ്മാതാവ് ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. ഇത് കേരളത്തെ അപമാനിക്കാനല്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. കേരള എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം മാനിപ്പുലേറ്റീവായുള്ള കൺവേർഷൻസ് രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയാണ് ലക്ഷ്യമെന്നാണ് വിപുൽ അമൃതലാൽ ഷാ, ഇതിൻ്റെ പ്രൊഡ്യൂസറായുള്ള വ്യക്തി, പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ഫിലിം ഇറങ്ങുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ കുത്തിത്തിരിപ്പാക്കി വലിയ രീതിയിൽ ഇതൊരു പ്രചരണായുധമാക്കുന്നത് 3 വിഭാഗക്കാരാണ്. കാരണം അത് നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് CPM തന്നെയാണ്. CPM അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ. അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ബീഫ് ഫെസ്റ്റൊക്കെ ഇവിടെ നടത്തി ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു പ്രീണനം അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ കൊണ്ടുവരിക എന്നുള്ള, പ്രീണനമല്ല പോളറൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിനും MSF ഉൾപ്പെടെയുള്ള UDF കക്ഷികൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് വല്ലാത്ത രീതിയിൽ ഇവിടെ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് തിരിച്ചടിക്കാനാണ് സാധ്യത. ഒരു വർഗീയ ചേരിതിരിവിലേക്ക് പോകും. അല്ലാതെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ബാന്ധവം ഉൾപ്പെടെയായിട്ട് ഇപ്പം കോർണർ ചെയ്ത് നിൽക്കുകയാണ് UDF മുസ്ലിം ലീഗൊക്കെ. അപ്പോൾ അതിന് പുറത്ത് ഇപ്പം ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവരുന്നത് ഒട്ടും ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഇപ്പം PMA സലാമും അതുകൂടാതെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന MSFൻ്റെ നേതാവൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കാര്യം കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ CPM സംബന്ധിച്ച് ഇത് ആസൂത്രിതമായുള്ള നീക്കാണ്. അവർക്ക് എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ട് കുറച്ച് തിരിച്ചു പിടിക്കണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വൻ ജയം നേടിയപ്പോൾ ഒരു മുസ്ലിം മേഖല അല്ലെങ്കിൽ മുസ്ലിം വോട്ട് പൂർണ്ണമായും ഏതാണ്ട് UDFനൊപ്പം ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് LDFൻ്റെ ലക്ഷ്യം. കുറച്ചെങ്കിലും വോട്ട് ഈ ഒരു പേരിൽ കുറേ ബീഫ് ഫെസ്റ്റുകളൊക്കെ നടത്തി നേടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിപ്പോൾ കേരളത്തിലെ സംഭവമല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നതായിട്ട് ആ സിനിമയിൽ പ്രതിപാദിക്കുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊരു കോലാഹലം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ കേരള സ്റ്റോറി എന്നുള്ളൊരു പേര് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിന് വന്നത്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. കാരണം കേരളത്തിലാണ് IS റിക്രൂട്ട്മെൻറ്റ് നടന്നത്. നമുക്കറിയാമല്ലോ, നിമിഷ ഫാത്തിമയുടെയും മെറിൻ ജേക്കബിൻ്റെയും അതുകൂടാതെ സോണിയ സെബാസ്റ്റ്യൻ്റെയൊക്കെ കഥകൾ നമുക്കറിയാം. അഖില വിഷയം നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെല്ലാം നടന്നത് കേരളത്തിലാണ്. അതുകൂടാതെ STPI പോലെയുള്ള സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത ഭീകര സംഘടന, അവരെന്തൊക്കെയാണ് ചെയ്തത്, ഇവിടെ സത്യസരണിയിൽ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത്തരം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കൺവേർഷൻസിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രണയം നടിച്ചുള്ള മതമാറ്റ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് പേര് ഏത് രീതിയിൽ വിളിക്കണം എന്നുള്ളൊക്കെ ഒരു ചോദ്യമാണ്. അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എപ്പിസെൻറ്റർ എന്നുള്ള രീതിയിൽ പലപ്പോഴും കേരളത്തിൽ ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. IS റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. NIAയുടെ ഒരുപാട് കേസുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു പേരിട്ടതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടന്നതാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നാഷണൽ ഹെഡ്ലൈൻസിലൊക്കെ വന്ന വാർത്തകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേര് വന്നത് യാദൃശ്ചികമായിരിക്കില്ല. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ കാണുക എന്നല്ലാതെ ഇത്തരം വർഗീയ സംഘടനകളെയും ഇത്തരം മതമൗലികവാദ തീവ്രവാദ പശ്ചാത്തലമുള്ള സംഘടനകളെയും എല്ലാവരും ഒത്തൊരുമിച്ച് എതിർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ കോസ് എന്താണോ ഈ ഒരു വിഷയത്തിൻ്റെ പ്രശ്നം, അത് മനസ്സിലാക്കാതെ പെരിഫറലായിട്ട് കാര്യങ്ങളെ സമീപിച്ചിട്ട് കാര്യമില്ല. വൈകാരികമായി കാര്യങ്ങളെ സമീപിച്ചിട്ടും കാര്യമില്ല. ഇപ്പം UDF ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയും STPI ഒക്കെ കൂട്ടുപിടിച്ച് നടക്കാനുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന തീവ്രവാദ വർഗീയവാദ എലമെൻസിനെ എതിർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രബുദ്ധ മലയാളികൾ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ നമ്മളിങ്ങനെ ഇതിനെയൊക്കെ ടോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഇത് കേരളത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ സിനിമയ്ക്കെതിരെ, സിനിമയുടെ കണ്ടന്റിനെതിരെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ മറ്റു കോടതികളെ സമീപിക്കുക. അതുകൂടാതെ സെൻസർ ബോർഡിനെ സമീപിക്കുക. അപ്പോൾ ഒരുപാട് നിയമപരമായ വഴികളുണ്ട്. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് കേരള സ്റ്റോറിക്കുണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഒരു വഴി. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇപ്പോൾ ഒരു സിനിമയാണ്, ആ സിനിമയെ നമുക്ക് വേണമെങ്കിൽ എതിർക്കുക, ആ സിനിമ കാണാതിരിക്കുക. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക്
ചില സിനിമകൾ ഇഷ്ടമല്ല, ഞാൻ ആ സിനിമ കാണുന്നില്ല. എമ്പുരാൻ സിനിമ ഞാൻ കാണുന്നില്ല. അതിനർത്ഥം നിങ്ങളത് കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ കേരള സ്റ്റോറി കാണേണ്ട ആളുകൾ കാണും, കാണാത്തവർ കാണേണ്ട. അതാണല്ലോ ഇന്ത്യ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. അത്ര ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് തോന്നുന്നത്.